ഒരു യുവാവ് പ്രണയത്തിൽ വഞ്ചിക്കപ്പെട്ടു. തൻ്റെ ജീവിതം അവസാനിപ്പിക്കാൻ അവൻ തീരുമാനിച്ചു. മരണത്തിലേക്ക് ചുവടുവെക്കാൻ തുടങ്ങിയ അവനെ ഒരു സന്യാസി തടഞ്ഞു നിർത്തി. അതിനുശേഷം അവനോട് ഇങ്ങനെ പറഞ്ഞു: നീ അവസാനിപ്പിക്കാൻ പോകുന്ന ജീവിതം ഒരു സിനിമയോ സീരിയലോ അല്ല. അതിലേക്ക് പോലെ നിനക്ക് ഒരു പുനർജന്മം ലഭിക്കാൻ പോകുന്നില്ല. നീ വീണ്ടും ജീവിക്കാൻ. ജീവിതം വളരെ വിലപ്പെട്ടതാണ് സഹോദര. ജീവന്റെ വില നിനക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ ആശുപത്രി കിടക്കയിൽ ഒരു ദിവസത്തേക്കെങ്കിലും ജീവിതം നീട്ടിക്കിട്ടാൻ പ്രാർത്ഥിക്കുന്ന ആളുകളോട് ചോദിച്ചു നോക്കണം. കേവലം പ്രണയത്തിന്റെ പേരിൽ നീ നിന്റെ ജീവിതം ബലി കൊടുക്കാൻ തയ്യാറാകുമ്പോൾ ഒന്നോർത്തു നോക്കുക. നീ ഇല്ലാതായാൽ ഏതാനും മാസങ്ങൾക്ക് ശേഷം നിന്റെ പ്രണയിനിക്ക് മറ്റൊരു പ്രണയം ഉണ്ടാകും. പക്ഷേ നീ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നിന്റെ അച്ഛനും അമ്മയ്ക്കും വയസ്സാവുകയാണ്. സഹോദരിക്ക് വിവാഹപ്രായമാകുന്നു. നിന്റെ വീടിന് താങ്ങും തണലുമായി നീ ഉണ്ടാകണം. അങ്ങനെയുള്ളപ്പോൾ നീ ആത്മഹത്യ ചെയ്യുന്നത് ശരിയാണോ? മരണം ഒന്നിനും ഒരു പരിഹാരമല്ല. ജീവിതം ഒളിച്ചോടാനുള്ളതല്ല, പോരാടാനുള്ളതാണ്. അതുകൊണ്ട് നീ സ്വയം വഴിതെളിച്ച് മുന്നോട്ട് തന്നെ പോകണം. ഓർക്കുക, നീ വെറും കാമുകൻ മാത്രമല്ല, നിന്റെ അമ്മയുടെ മകനാണ്, സഹോദരിയുടെ സഹോദരനാണ്, അച്ഛൻ്റെ ആശ്രയമാണ്. അതിനാൽ ജീവിതം തിരഞ്ഞെടുക്കുക, പോരാടുക, വിജയിക്കുക.